من يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذ تستغيثون ربكم فاستجاب لكم أني ممدكم بألف من الملائكة مردفين ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അംഗീകരിച്ച് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ നിലനിർത്തി യഥാർത്ഥ വിശ്വാസികളായി തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുന്നു. പരിശുദ്ധ റമളാനിലാണ് നമ്മൾ ജീവിക്കുന്നത്. പരിപാവനമായ അള്ളാഹുവിൻ്റെ ഭവനത്തിലാണ് ഇപ്പോൾ നമ്മൾ കഴിച്ചു കൂട്ടുന്നത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് ലഭ്യമാവേണ്ട എല്ലാവിധ പുണ്യവും ലഭിക്കണമെന്ന ആ ഒരു നിയ്യത്തോടുകൂടി നമ്മളുടെ ആ ഇരുത്തത്തെ, നമ്മളുടെ ആ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുക, അത്തരത്തിലുള്ള പുണ്യങ്ങളൊക്കെ നേടിയെടുക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏകദേശം 25ഓളം യുദ്ധങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് ബദർ എന്നുള്ളത് നമുക്കറിയാം. ചെറിയ ഒരു കച്ചവട സംഘത്തെ തടയുന്നതിന് വേണ്ടി, ഉപരോധിക്കുന്നതിന് വേണ്ടി പുറപ്പെട്ട പ്രവാചകനും 300 ചില്ലാനം അനുയായികളും അവസാനം സർവായുധ സജ്ജരായ 1000-ലധികം വരുന്ന സൈന്യത്തോട് ഏറ്റുമുട്ടേണ്ടി വന്ന ചരിത്രം. ഇതിൽ ഒരുപാട് പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ. അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു പാഠം വിശുദ്ധ ഖുർആൻ സൂറത്തു അൻഫാലിലെ 47-ാം വചനത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. വിശ്വാസി സമൂഹത്തെ വിളിച്ചുകൊണ്ടാണ് റബ്ബ് അത് പറഞ്ഞിട്ടുള്ളത്. വലാ തകൂനു കല്ലദീന ഖറജു മിൻ ദിയാരിഹിം ബതറൻ വരിആ അന്നാസ്. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അഹങ്കാരത്തോടു കൂടി സ്വന്തം വീട്ടിൽ നിന്ന്, നാട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടവരെ പോലെ നിങ്ങളായിത്തീരരുത് വിശ്വാസികളെ എന്ന്. ഒരു വിശ്വാസി എന്ന നിലയിൽ തങ്ങളുടെ ജീവിതത്തിൽ അഹങ്കാരമോ താൻ പോരിമയോ ഉണ്ടാവരുത് ഒരു മേഖലയിലും എന്നാണ് വിശുദ്ധ ഖുർആൻ ഈ സംഭവത്തിലൂടെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അബൂജഹലും ടീമും അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം രക്ഷപ്പെട്ടതിനു ശേഷവും ഞങ്ങളുടെ ആ പ്രതാപവും പ്രൗഢിയും അറബികളെ കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും, മുസ്ലിങ്ങളെ മുളയിലെ നുള്ളിക്കളയണം എന്ന അഹങ്കാരത്തോടുകൂടി, ആ ദുരഭിമാനത്തോടു കൂടിയാണ് അവർ പുറപ്പെട്ടത്. അതിൻ്റെ അന്ത്യം നമുക്കറിയാം, കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഒരിക്കലും അത്തരത്തിലുള്ള ആ ടീമിനെ പോലെ നിങ്ങളായിത്തീരരുത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയലായിരുന്നു അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അവർ ചെയ്ത പ്രവർത്തനങ്ങളെ ശൈത്താൻ അവർക്ക് അലങ്കാരമാക്കി നന്നാക്കി തോന്നിപ്പിച്ചു കൊടുത്തു എന്ന് തൊട്ടടുത്ത വചനങ്ങളിൽ കാണാൻ കഴിയും. അപ്പോൾ ഒരിക്കലും ജീവിതത്തിൽ ബതർ, അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അഹങ്കരിക്കാൻ ഒരു അവകാശവുമില്ല. അതുപോലെ തന്നെ ജനങ്ങളെ കാണിക്കുക എന്നതിനാവരുത്, മറിച്ച് എനിക്ക് റബ്ബിൻ്റെ ആ അനുഗ്രഹം ലഭിക്കണം എന്ന ചിന്തയായിരിക്കണം പ്രവർത്തന മേഖലകളിൽ അവരെ സ്വാധീനിക്കേണ്ടത്. ഇനി എടുത്തു നോക്കൂ, ബദർ ഷിർക്കും കുഫറും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു, അല്ലെങ്കിൽ തൗഹീദും ഷിർക്കും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു. എണ്ണത്തിൽ ശത്രുപക്ഷമാണ് എല്ലാ നിലയിലും കൂടുതലും.
അവർ സർവായുധ സജ്ജരാണ്. എന്നാൽ വിശ്വാസി സമൂഹം ആയുധങ്ങൾ കുറവാണ്, ഭക്ഷണമില്ല, വാഹനങ്ങളില്ല, അവർ വളരെ ചുരുങ്ങിയ ഒരു സംഘമേ ഉള്ളൂ. പക്ഷെ എന്നിട്ടും അവർക്ക് വിജയം നൽകി പടച്ച തമ്പുരാൻ. എന്തുകൊണ്ട്? അത് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. അവിടെയാണ് ആദർശത്തിന്റെ മഹിമ, വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതത്തിന്റെ പ്രാധാന്യത്തെ നമ്മൾ തിരിച്ചറിയേണ്ടത്. പടച്ചവൻ പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതനുസരിച്ച് അവരുടെ വിശ്വാസത്തെയും ആദർശത്തെയും എല്ലാ മേഖലയിലും അവർ ക്രമപ്പെടുത്തി. എല്ലാ മേഖലയിലും, വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സാമൂഹിക തലങ്ങളിൽ, സാമ്പത്തിക മേഖലയിൽ, അതുപോലെ തന്നെ സ്വഭാവ സംസ്കരണ മേഖലയിൽ എല്ലാം ക്രമപ്പെടുത്തിയപ്പോൾ അവർക്ക് അള്ളാഹു വിജയം നൽകി എന്നതാണല്ലോ വസ്തുത. മനുഷ്യ കഴിവിൽ പെട്ടതെല്ലാം ഒരുക്കി. ഇനി എന്ത്? മനുഷ്യ കഴിവിനപ്പുറത്ത് ഇനി എന്തു വേണം? അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ പ്രാർത്ഥന. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബ വലൻ തുഅബദ ഫിൽ അർളി അബദ. പടച്ചവനെ, ഈ ചെറിയ സംഘത്തെ നീ ഇവിടെ നശിപ്പിക്കുകയാണെങ്കിൽ ഇനി നീ മാത്രം ആരാധിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. പ്രവാചകൻ കക്ഷം വെളിപ്പെടുന്ന വിധത്തിൽ ആകാശത്തിലേക്ക് കൈയുയർത്തി പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥനയെ സൂറത്തു അൻഫാലിലെ 9-ാമത്തെ വചനത്തിൽ അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് സഹായം തേടിയ സന്ദർഭം. ഫസ്തജാബ ലക്കും, അപ്പോൾ ആ റബ്ബ് നിങ്ങൾക്ക് ഉത്തരം നൽകി. അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ, തുടരെ ഇറങ്ങുന്ന ആയിരക്കണക്കിന് മലക്കുകളിലൂടെ ഞാൻ നിങ്ങളെ സഹായിക്കുമെന്ന്. ആലോചിച്ച് നോക്ക്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആദർശത്തിനനുസരിച്ച്, വിശ്വാസത്തിനനുസരിച്ച് ആ മുഴുവൻ ടീമും ക്രമപ്പെടുത്തിയപ്പോൾ അള്ളാഹു അവരെ സഹായിച്ചു, വമ്പിച്ച വിജയം നൽകി. എന്നാൽ അതിനോടൊപ്പം ഉഹുദിനെ ഒന്ന് ചേർത്തി വായിച്ചു നോക്ക് നിങ്ങൾ. ഉഹുദ് യുദ്ധം ഇതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നേതൃത്വം കൊടുക്കുന്നത്. ഇതേ ആളുകൾ തന്നെയാണ് അവിടെയുള്ളത്. അഥവാ ഇതിനേക്കാൾ കൂടുതൽ അംഗബലമുണ്ടായിരുന്നു അന്ന് മുസ്ലിങ്ങൾ. പക്ഷേ ഉഹുദിൽ മുസ്ലിങ്ങൾക്ക് വമ്പിച്ച പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. എന്തായിരുന്നു കാരണം? ബദറിൽ വിജയിച്ച മുസ്ലിങ്ങൾക്ക് ഉഹുദിൽ പടച്ചവൻ വിജയം കനിഞ്ഞരുളിയില്ല. എന്തേ കാരണം? സൂറത്തു ആലിംറാനിലെ 152-ാമത്തെ വചനത്തിൽ അതിന്റെ കാരണം അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച വിജയം അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തന്നു. യുദ്ധത്തിന്റെ 1-ാമത്തെ ഘട്ടത്തിൽ മുസ്ലിങ്ങൾ ജയിച്ചു മുന്നേറി. എന്നാൽ നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടായി. നിങ്ങൾ പ്രവാചകനോട് അനുസരണക്കേട് കാണിച്ചു. അതിനുള്ള കാരണം അവിടെയാണ് നമ്മൾ അടിവരയിടേണ്ടത്. വമിൻകും മൻ യുരീദു ദുനിയ വമിൻകും മൻ യുരീദുൽ ആഖിറ. നിങ്ങളുടെ കൂട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേതൃത്വം നൽകിയ ടീമിൽ ദുനിയാവ് മോഹിച്ച ചിലരുണ്ടായി. നിങ്ങളിൽ ചിലർ ആഖിറം മോഹിക്കുന്നവരായിരുന്നു. ദുനിയാവ് മോഹിച്ചവർ നിങ്ങളുടെ പരാജയത്തിനു കാരണക്കാരായി. ആരാണ്? അമ്പെയ്ത്തുകാർ. ചരിത്രം നമുക്കറിയാമല്ലേ. വിജയിച്ച മുസ്ലിങ്ങൾ ഗനീമത്ത് സ്വത്ത് ഒരുമിച്ചു കൂട്ടുന്നത് കണ്ടപ്പോൾ അത് ഞങ്ങൾക്കും ലഭ്യമാവണമെന്ന ആ ദുനിയാവിനെ കുറിച്ചുള്ള ചിന്ത പ്രവാചകന്റെ കൽപ്പന ധിക്കരിച്ച്, അമ്പെയ്ത്തുകാരുടെ നേതാവായ അബ്ദുല്ലാഹ് ഇബ്നു ജുബൈറിന്റെ കൽപ്പന ധിക്കരിച്ച് ഇറങ്ങാൻ അവരെ പ്രേരിപ്പിച്ചു. അതായിരുന്നു ആ യുദ്ധത്തിന്റെ പരാജയ കാരണം. നോക്ക്, എന്താ ഇതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്? ദുനിയാവരുത് ആത്യന്തികമായ നമ്മളുടെ ലക്ഷ്യം. ആഖിറമായിരിക്കണം ഒരു വിശ്വാസി ആത്യന്തികമായി ലക്ഷ്യം വെക്കേണ്ടത്. അവിടെയാണ് ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നേട്ടം നൽകുന്നത്. ഇപ്പൊ ജോലിക്ക് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്ന ഒരാൾ അല്ലെ, ആ ഇറങ്ങിപ്പുറപ്പെടുന്ന ആള് അദ്ദേഹം കൂലി വേല ചെയ്താൽ 1000 രൂപയോ അല്ലെങ്കിൽ അല്പം കാശ് അദ്ദേഹത്തിന്റെ കയ്യിൽ വരും എന്നതിനേക്കാൾ അയാളുടെ ലക്ഷ്യം ഇത് എന്റെ കുടുംബത്തെ പോറ്റാനാണ്, ഹലാലായ വിധത്തിൽ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത എന്റേതാണ്, അതിന് എനിക്ക് റബ്ബിൽ നിന്ന് പ്രതിഫലം ലഭിക്കുമെന്ന ചിന്തയാണ് അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിക്കേണ്ടത്. ഹലാലായ വിധത്തിൽ എന്റെ കുടുംബത്തെ സംരക്ഷിക്കണം. അതോടൊപ്പം ദുനിയാവിൽ നിന്ന് ലഭ്യമാവുന്നതും ആഗ്രഹിക്കാം. പക്ഷെ ആത്യന്തികമായി ഒരു വിശ്വാസി ഏതൊരു പ്രവർത്തന മേഖലയിലും ലക്ഷ്യം വെക്കേണ്ടത് പരലോകമായിരിക്കണം. അതും മറിച്ച് ദുനിയാവ് ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോയാൽ
പരാജയ കാരണമായി തീരുമെന്ന് ഇതുവരെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഉഹുദ് യുദ്ധം. ഇനി അതോട് നോക്ക് നിങ്ങൾ, ആദർശം, ആ തൗഹീദ്, ആ വിശ്വാസം ജീവിതത്തെ മുച്ചൂടും മാറ്റിമറിക്കേണ്ടതുണ്ട്, സ്വഭാവ ഗുണങ്ങളെ വരെ സ്വാധീനിക്കേണ്ടതുണ്ട് എന്നാണ് ഹുനൈൻ യുദ്ധത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ കാണുന്നത്. ഹുനൈൻ യുദ്ധത്തിൽ വിശ്വാസി സമൂഹം മുസ്ലിങ്ങൾ 3 ഇരട്ടിയുണ്ട് ശത്രുക്കളെക്കാൾ, 3 ഇരട്ടി. പക്ഷെ എന്നിട്ടും ആദ്യഘട്ടത്തിൽ വിശ്വാസികൾ അമ്പെ പരാജയപ്പെട്ടു, പിടിച്ചു നിൽക്കാൻ പ്രയാസപ്പെടേണ്ടി വന്നു. എന്തായിരുന്നു കാരണം? അത് സൂറത്തു തൗബയിലെ 25-ാമത്തെ വചനത്തിൽ അല്ലാഹ് ബോധ്യപ്പെടുത്തുന്നുണ്ട്. വലഖദ് നസറക്കുമുല്ലാഹു ഫീ മവാത്തിന കസീറ, ധാരാളം സ്ഥലങ്ങളിൽ റബ്ബ് നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ വയൗമ ഹുനൈൻ, ഹുനൈൻ യുദ്ധ ദിവസം, ഇത് അഅജബതുക്കും കസറത്തുക്കും, എണ്ണത്തിലുള്ള നിങ്ങളുടെ ആധിക്യം നിങ്ങളെ ആശ്ചര്യപ്പെടുത്തി. അതെ, ഞങ്ങൾ 3 ഇരട്ടിയുണ്ട്, ശത്രുവിനേക്കാൾ 3 ഇരട്ടി ഞങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ 3 ആള് വീതം ഒരാളെ കൈകാര്യം ചെയ്താൽ തന്നെ നിഷ്പ്രയാസം ഞങ്ങൾക്ക് ജയിച്ചു മുന്നേറാമെന്ന അവരുടെ ഒരു എഴുജാബ് സഹാബികളാണ്, അവർക്ക് അങ്ങനെ ഒരു തോന്നൽ വന്നു. പക്ഷെ ഇത് അഅജബതുക്കും കസറത്തുക്കും, ആ ആധിക്യമുണ്ട് എന്ന നിങ്ങളുടെ ആ ആശ്ചര്യ പ്രകടനം നിങ്ങൾക്കൊരു തലത്തിലും ഉപകാരപ്പെട്ടില്ല. വല്ലാഖത്ത് അലൈക്കുമുൽ അർളു ബിമാ റഹബത്ത്, ഭൂമി വിശാലമായിരിക്കെ നിങ്ങൾക്കത് ഇടുങ്ങിയതായി തോന്നി എന്ന്. അഥവാ നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഓടാൻ സ്ഥലം മതിയായില്ല. ആ രീതിയിൽ ധീരനായ ഉമർ റളിയല്ലാഹു അൻഹു പോലും പടക്കളത്തിൽ നിന്ന് പുറത്തേക്കോടി എന്നത് ചരിത്രം. ആലോചിച്ച് നോക്ക്, എന്തേ സംഭവിച്ചത്? അത് തരക്കടില്ല എന്നൊരു തോന്നൽ. അപ്പൊ ഒരു വിശ്വാസിയുടെ സ്വഭാവം എടുത്തു നോക്ക് നിങ്ങൾ, അവന്റെ ആദർശത്തിനും തൗഹീദിനും അനുസരിച്ച് അത്തരത്തിലുള്ള ചെറിയ ദുസ്വഭാവങ്ങൾ പോലും അവന്റെ ജീവിതത്തിൽ വരാൻ പാടില്ല. അങ്ങനെയുള്ള ദുസ്വഭാവങ്ങൾ ജീവിതത്തിൽ വന്നാൽ പടച്ചവൻ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുമെന്ന് ഹുനൈൻ യുദ്ധവും കൂടി കൂട്ടി വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ബദറിൽ വിജയം ലഭ്യമായി. എന്തേ കാരണം? പൂർണ്ണമായി പടച്ചവന് കീഴ്പ്പെട്ടു. അല്ലെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, പരിപൂർണമായി നിങ്ങൾ മുസ്ലിങ്ങളാവണം, റബ്ബിന് കീഴ്പ്പെടണം. അങ്ങനെ കീഴ്പ്പെട്ട് ആ റബ്ബിന്റെ കൽപ്പനക്ക് വിധേയമായി ജീവിച്ച് ആ റബ്ബിൽ തവക്കുലാക്കി മുന്നോട്ട് പോയാൽ റബ്ബ് വിജയം നൽകും. ഉഹുദ് യുദ്ധവുമായി ബന്ധപ്പെട്ട് സൂറത്തു ആലിംറാനിൽ നിരവധി ആയത്തുകളുണ്ട്. അതിലെ 160-ാമത്തെ വചനം പരിശോധിച്ചു നോക്ക് നിങ്ങൾ. ഈ യൻസുറുക്കുമുല്ലാഹ് ഫലാ ഗാലിബ ലക്കും, അല്ലാഹ് പ്രഖ്യാപിക്കുക, അല്ലാഹു നിങ്ങളെ സഹായിച്ചാൽ നിങ്ങളെ പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും സാധ്യമല്ല. വഇൻ യഖ്ദുലുക്കും, ആ റബ്ബ് നിങ്ങളെ കൈവെടിയുകയാണെങ്കിൽ മൻ ദല്ലദീ യൻസുറുക്കും മിൻ ബഅദിഹി, അവനുശേഷം ആരുണ്ട് കൂട്ടരെ നിങ്ങളെ സഹായിക്കാൻ? ഈ ചോദ്യം നമ്മളുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സാമൂഹിക തലങ്ങളിൽ, സംഘടനാ മേഖലകളിലൊക്കെ നമ്മൾ ആഴത്തിൽ പഠിക്കേണ്ടതാണ്. അല്ലാഹ് നമ്മളെ കൈവിട്ടില്ല എങ്കിൽ എത്ര വലിയ സാങ്കേതിക വിദ്യ ശത്രുപക്ഷത്തുണ്ടായാലും, സംഘബലമുണ്ടായാലും, സമ്പത്തുണ്ടായാലും, റബ്ബ് നമ്മോടൊപ്പമാണോ? പടച്ചവൻ നമ്മെ രക്ഷപ്പെടുത്തും, സഹായിക്കും. ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടതാ. ഇല്ല, റബ്ബ് നിങ്ങളെ കൈവിട്ടാലോ എത്ര വലിയ സാങ്കേതിക വിദ്യകളും സമ്പത്തും സന്നാഹങ്ങളും സംഘബലവും നമ്മളുടെ അടുക്കലുണ്ടായാലും അത് ഉപകാരപ്പെടുകയില്ല. അതുകൊണ്ട് റബ്ബിന്റെ കൽപ്പന വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ, വിശ്വാസികൾ അല്ലാഹുവിൽ തവക്കുലാക്കട്ടെ എന്ന്. ആലോചിച്ചു നോക്ക്. ഇപ്പൊ ഈ രീതിയിൽ പരിപൂർണമായി പടച്ചവന് കീഴ്പ്പെട്ട് ആ റബ്ബിന് ജീവിതത്തെ സമർപ്പിച്ച് അവനിൽ തവക്കുലാക്കി മുന്നോട്ട് പോയാൽ അത് എല്ലാ മേഖലയിലും, വ്യക്തി ജീവിതത്തിലോ കുടുംബ ജീവിതത്തിലോ സാമൂഹിക തലത്തിലോ അതുപോലെ തന്നെ നമ്മളുടെ സ്വഭാവങ്ങൾ രൂപീകരിക്കുന്നിടത്തെല്ലാം അവിടെ റബ്ബിന്റെ കൽപ്പനക്ക് വിധേയമായി നിന്നാൽ അല്ലാഹ് വിജയം നൽകും എന്ന് നമ്മെ ഇത് ബോധ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് ആ രീതിയിൽ പരിപൂർണമായി റബ്ബിന്റെ കൽപ്പനക്ക് വിധേയമായി ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കുക. അല്ലാഹുവേ, നീ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ നാഥ. അൽഹംദുലില്ലാഹ്
അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബിന്റെ കൽപ്പനകൾ അംഗീകരിച്ച് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ നിലനിർത്തി യഥാർത്ഥ വിശ്വാസികളായി തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുന്നു. പുണ്യങ്ങളുടെ പൂക്കാലമാണ് പരിശുദ്ധ റമളാൻ. പക്ഷെ എന്താണ് പുണ്യം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിലെ എന്താണ് പുണ്യമെന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സൂറത്തു ബഖറയിലെ 177-ാമത്തെ വചനം, അതിലൊന്ന് വിശ്വാസം ശരിയാക്കുകയാണ്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും മലക്കുകളിലും അതുപോലെ വേദങ്ങളിലും പ്രവാചകന്മാരിലും ഒക്കെയുള്ള വിശ്വാസം വളരെ കൃത്യമായി റെഡിയാക്കുക പോരാ. അതോടൊപ്പം വആത്തൽ മാല അലാ ഹുബ്ബിഹി, സമ്പത്തിനോട് സ്നേഹമുള്ളതോടൊപ്പം കൊടുക്കണം. നമ്മളുടെ സമ്പത്ത് കൊടുക്കേണ്ടതുണ്ട്, അതിനോട് സ്നേഹമുള്ളതോടൊപ്പം നൽകണം. വആത്തൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ വൽ യതാമ വൽ മസാകീൻ വബ്നസ് സബീൽ വസ്സായിലീൻ വഫി റിഖാബ്. അടുത്ത ബന്ധുവിന്, അഗതിക്ക്, അനാഥക്ക്, ചോദിച്ചു വരുന്നവന്, യാത്രക്കാരന്, പിരടിയുടെ മോചനത്തിന് കഷ്ടപ്പെടുന്നവന്. സമ്പത്ത് കറൻസി മാത്രമല്ല സമ്പത്ത്. നമ്മളുടെ ആരോഗ്യം സമ്പത്താ, നമ്മളുടെ ആയുസ് സമ്പത്താ, നമ്മളുടെ സ്വാധീനം അല്ലാഹു നൽകിയ സമ്പത്താ, നമ്മളുടെ കഴിവുകൾ സമ്പത്താണ്. അപ്പൊ പടച്ചവൻ നൽകിയ ഈ അനുഗ്രഹങ്ങളെ മുഴുവൻ അതിനോട് സ്നേഹമുള്ളതോടൊപ്പം നൽകാൻ സാധിക്കണം. സാധ്യമാവാറുണ്ടോ നമുക്ക്? പ്രത്യേകിച്ചും കറൻസി. ഇന്ന് നമ്മളുടെ കലക്ഷൻ കെയർ ഹോമിന് വേണ്ടിയിട്ടുള്ളതാ. ഇന്നത്തെ നമ്മളുടെ കലക്ഷൻ നോക്കൂ നിങ്ങൾ, 100 കണക്കിന് രോഗികളുണ്ട് അവിടെ. ഒരു രോഗിക്ക് അവിടെ ചെലവാകുന്നത് ഒരു മാസത്തിൽ 22,000 രൂപയാണ്. ഒരു മാസത്തിൽ 22,000 രൂപ. അവിടെ ക്യാൻസർ പേഷ്യന്റ് ഉണ്ട്, കിഡ്നി പേഷ്യന്റ് ഉണ്ട്, ലുക്കീമിയ ബാധിച്ചിട്ടുള്ള മക്കളുണ്ട്, അതുപോലെ തന്നെ നട്ടെല്ലിന് ക്ഷതമേറ്റിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. ഇവരെ പരിചരിക്കുകയാണ് കെയർ ഹോമിന്റെ ലക്ഷ്യം. ആലോചിച്ച് നോക്കൂ, ഒരു മാസത്തിൽ 22,000, 15 ദിവസത്തേക്കാണെങ്കിൽ ഏകദേശം അതിന്റെ പകുതി വരുന്നു അല്ലെ? ഒരാഴ്ചത്തേക്കാണെങ്കിൽ 5,000 രൂപ. ഇത് ഏറ്റെടുക്കൽ ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. ഇത് കേൾക്കുന്ന ഞാൻ അടക്കമുള്ള ഓരോരുത്തരുടെയും ബാധ്യതയാണ്. കാരണം റബ്ബിന്റെ കൽപ്പന എന്താ? നിങ്ങളുടെ സമ്പത്തിനോട് സ്നേഹമുള്ളതോടൊപ്പം കൊടുക്കണം അല്ലെ? 100 റുപ്യന്റെ പോക്കറ്റിലുണ്ട്, പക്ഷെ എനിക്കൊരു 110 റുപ്യന്റെ ആവശ്യമുണ്ട്, അപ്പൊ എനിക്കെന്നെ തികയൂല എന്ന എന്റെ ലക്ഷ്യം അല്ല. അത് തൽക്കാലം ഒന്ന് മാറ്റിവെച്ചിട്ട് അതിൽ നിന്നൊന്ന് കൊടുക്കണം. ആർക്ക് കൊടുക്കണം? അടുത്ത ബന്ധു, അഗതി, അനാഥ, ചോദിച്ചു വരുന്നവൻ, യാത്രക്കാരൻ. വഫിർ റിഖാബ്, പിരടിയുടെ മോചനം. കഷ്ടപ്പെടുന്നവൻ, പിരടിയുടെ മോചനം. ആലോചിച്ച് നോക്ക്, ഒരു പേഷ്യന്റ് അല്ലെ, ആൾ ക്യാൻസർ പേഷ്യന്റ് ആണെങ്കിൽ, അതുപോലെ തന്നെ അല്ലെങ്കിൽ കിഡ്നി പേഷ്യന്റ് ആണെങ്കിൽ അവർക്ക് വരുന്ന ചെലവുകൾ എത്രയാണ് നമുക്കൊക്കെ അറിയാം. ആ ചെലവുകൾ തികച്ചാ തികയുകയില്ല. പക്ഷെ ആലോചിച്ചു നോക്ക്, നമ്മൾക്ക് ഇതൊക്കെ ഉണ്ടല്ലോ അല്ലെ? നമുക്ക് തലച്ചോറുണ്ട്, കണ്ണുണ്ട്, കാതുണ്ട്. ഏകദേശം ആധുനിക ശാസ്ത്രം നമുക്ക് വിലയിട്ടത് 18 കോടിയാണ്. ആധുനിക ശാസ്ത്രം വിലയിട്ടത് തലച്ചോറിന്റെ വില, കണ്ണിന്റെ വില, കരളിന്റെ വില, അതുപോലെ ഹൃദയത്തിന്റെ വില, അങ്ങനെ ഓരോ വിലകൾ വെച്ചത് 18 കോടിയാ. അൽഹംദുലില്ലാ, 10-60 കൊല്ലമായി, 50 കൊല്ലമായി, 40 കൊല്ലമായി, 30 കൊല്ലമായി എന്റെ കിഡ്നിക്ക് ഒരു കംപ്ലൈന്റും വന്നിട്ടില്ല. വേറൊരാളുടെ കിഡ്നി സ്വീകരിക്കേണ്ടി വന്നിട്ടില്ല, കിഡ്നി കൊടുക്കേണ്ടി വന്നിട്ടില്ല, എന്റെ തലച്ചോറിൽ സ്ട്രോക്ക് വന്നിട്ടില്ല. ആരായി അനുഗ്രഹങ്ങളൊക്കെ ചെയ്തത്? ഇതൊക്കെ ചെയ്തു തരുന്നവൻ റബ്ബാണ്. അതുകൊണ്ട് തന്നെ ആ റബ്ബാണ് കൽപ്പിച്ചത്, നിങ്ങൾക്ക് പുണ്യം നേടിയെടുക്കണമോ നിങ്ങളുടെ സമ്പത്തിനോട് സ്നേഹമുള്ളതോടൊപ്പം കൊടുക്കണം. പിരടിയിൽ ഈ പ്രതിസന്ധികളുടെ ഭാരം പേറി നിൽക്കുന്ന ആളുകളുണ്ട്, അവരുടെ പിരടിയെ മോചിപ്പിക്കുക. വഫിർ റിഖാബ്, അതിനു വേണ്ടിയാണ് കലക്ഷൻ. അപ്പൊ അത് എനിക്ക് റബ്ബിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് 700 ഇരട്ടിയായി ലഭ്യമാവണം എന്ന ബോധത്തോടു കൂടി നൽകണം. അതിങ്ങനെ എന്തെങ്കിലുമൊക്കെ 10-20 കൊടുത്ത് രക്ഷപ്പെടുന്നതിന് പകരം എനിക്ക് ഈ അവസ്ഥ വന്നാൽ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുക. എൻ്റെ ഒരു സുഹൃത്ത് ഒരു കടബാധ്യത ഇല്ലാത്ത ആളായിരുന്നു, നല്ല ക്രെയിൻ ഓപ്പറേറ്റർ ആയിരുന്നു. പക്ഷെ ആൾക്ക് സ്ട്രോക്ക് വന്നു. 3 ദിവസം ഹോസ്പിറ്റലിൽ കടന്നു, അദ്ദേഹം മരണപ്പെട്ടു. ഒരു കടബാധ്യതയില്ലാത്ത ആ സുഹൃത്തിന്
മരിക്കുമ്പോ 7 ലക്ഷമാണ് കടബാധ്യത. അതിന്റെ 3 ദിവസത്തെ ചികിത്സയാണ്. ആലോചിച്ചോക്ക്, ഈ അവസ്ഥ ആർക്കും വരാം. ആർക്കും വരാതിരിക്കണമെങ്കിൽ എന്ത് വേണം? റബ്ബിനോട് നമ്മൾ തേടണം. റബ്ബ് നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ പ്രാർത്ഥന റബ്ബ് കബൂലാക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള രോഗികളോട് നമ്മളുടെ നിലപാടെന്ത് എന്ന് പടച്ചവൻ പരിശോധിക്കും. ആരോഗ്യവും പരീക്ഷണമാണ്, രോഗവും പരീക്ഷണമാണ്. ആരോഗ്യമുള്ള നമ്മൾ രോഗിയെ കാണുമ്പം പാവം എന്ന് പറയും. പക്ഷേ അവനെക്കുറിച്ച് നമ്മൾ പാവം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, എൻ്റെ ഈ ആരോഗ്യം റബ്ബ് എനിക്ക് പരീക്ഷണമായി നൽകിയതാ, സമ്പത്ത് പരീക്ഷണമായി നൽകിയതാ. മഹാനായ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞില്ലേ, അനുഗ്രഹങ്ങളെ കുറിച്ച് ഹാദാ മിൻ ഫളിലി റബ്ബി, സ്റ്റിക്കർ ആ ഭാഗം മാത്രമേ നമ്മൾ എടുത്തുള്ളൂ. ഇത് റബ്ബ് നൽകിയിട്ടുള്ള ഔദാര്യമാണ്. അതേ നമ്മളെ വാതിലിൽ വാഹനത്തിൽ സ്റ്റിക്കർ ഉള്ളൂ, പക്ഷേ ആയത്തിന്റെ ബാക്കി ഭാഗമുണ്ട്. അതെന്താ? ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ വേണ്ടി റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളാണിത്. എന്താണ് പരീക്ഷണം? അഷ്കുറു, ഞാൻ നന്ദി കാണിക്കുന്നുണ്ടോ? അമ്മക്ഫുറു, അതല്ല ഞാൻ നന്ദികേടാണോ കാണിക്കുന്നത്? കാത്തിരിക്കാൻ സമയമില്ല. മിനിഞ്ഞാന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ലത്തീഫ്ക ഇന്ന് നമ്മളോടൊപ്പമില്ല. നമ്മുടെ കമ്മിറ്റിയുടെ ട്രഷററായിരുന്നു അല്ലെ. ളുഹ്ർ നമസ്കരിച്ചൊന്ന് കിടന്ന ആ വ്യക്തി അസറാവുമ്പോഴേക്കും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ലോകത്തോട് വിട്ടുപിരിഞ്ഞിട്ടുണ്ട്. അപ്പൊ കാത്തിരിക്കാൻ സമയമില്ല. പടച്ചവനെ, ലത്തീഫ് സാഹിബിന് എല്ലാവിധ മഗ്ഫിറത്തും മർഹമത്തും നൽകി അദ്ദേഹത്തെ നീ അനുഗ്രഹിക്കണമേ നാഥാ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നീ ആശ്വാസം നൽകണമേ നാഥാ. അതുപോലെ നമ്മളുടെ എക്സിക്യൂട്ടീവ് മെമ്പർ അബ്ദുള്ള കോയ സാഹിബ്, അദ്ദേഹത്തിന്റെ ഭാര്യ എന്ന് മരിച്ചിട്ടുണ്ട്. 4:30-ക്കാണ് ജനാസ. അവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ നാഥ. ആലോചിച്ച് നോക്ക്, ഇത് കൺമുമ്പിൽ ചെറുപ്പ വലുപ്പ വ്യത്യാസമില്ല, ആരോഗ്യമുള്ളവൻ രോഗമുള്ളവൻ എന്ന വ്യത്യാസമില്ല, അങ്ങനെ പോവുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ ആ കലക്ഷൻ അത് വളരെ മാന്യമായി അല്ലെ, വളരെ മാന്യമായി അതിനെ സമീപിക്കേണ്ടത് നമ്മളുടെ ബാധ്യതയാണ്. സൂറത്തു ഇബ്രാഹിമിലെ 7-ാമത്തെ വചനം, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്രായേല്യരെ ഓർമ്മിപ്പിച്ച കാര്യം വിശുദ്ധ ഖുർആൻ നമ്മെ ബോധിപ്പിച്ചിട്ടുണ്ട്. വൈദ് തഅല്ലന റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. എന്താ ആഹ്വാനം ചെയ്യുന്നത്? ലയിൻ ശകർത്തും, നിങ്ങൾ നന്ദി കാണിച്ചാൽ ലസീദന്നക്കും, ഞാൻ നിങ്ങൾക്ക് അധികരിപ്പിച്ചു തരും. ബാക്കിയുണ്ട് വലയിൻ കഫർത്തും, നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ അതികഠിനമാണ് ട്ടോ. നോക്കൂ, റബ്ബിന്റെ താക്കീത. അതുകൊണ്ട് റബ്ബ് നമുക്ക് നൽകിയ ഈ അനുഗ്രഹങ്ങൾ, ഈ സമ്പത്ത്, അതിനോട് സ്നേഹമുള്ളതോടൊപ്പം റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനുള്ള അവസരം കൈവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രയാസപ്പെടുന്ന രോഗികൾക്ക് എൻ്റെ ഈ ഒരു ചെറിയൊരു സംഭാവന താങ്ങായി തീരണം എന്ന ബോധത്തോടു കൂടി അതിനെ സമീപിക്കുക. മാത്രവുമല്ല, അതിന്റെ ഉത്തരവാദപ്പെട്ടവരുണ്ട്. ഒരു മാസത്തേക്ക് ഒരു രോഗിയുടെ ചെലവ് ഏറ്റെടുക്കാൻ പറ്റുന്നവർ, അല്ലെങ്കിൽ ഒരു 15 ദിവസത്തേക്ക്, ഒരാഴ്ചത്തേക്ക്, അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് അതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകളെ സമീപിക്കാവുന്നതാണ്. ആ രീതിയിൽ പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ ഈ പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമളാനിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹുവേ, നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥാ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമേ നാഥാ. പടച്ചവനെ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ മാതാപിതാക്കള്, മക്കള്, ഇണകള്, ബന്ധുക്കള്, ഗുരുനാഥന്മാർ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ, ഈ ജുമുഅയിൽ പങ്കെടുക്കുന്നവർ, എല്ലാവർക്കും അവരുടെ രോഗങ്ങളെ പൂർണ്ണമായി ശിഫയാക്കി കൊടുക്കണമേ നാഥാ. എല്ലാവിധ പ്രയാസങ്ങളെയും ദൂരീകരിച്ച് ജീവിതത്തിൽ ആശ്വാസം നൽകണമേ നാഥാ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ നാഥാ. പരിശുദ്ധ റമളാനിലെ നോമ്പുകൾ അനുഷ്ഠിച്ച് അതിന്റെ പൂർണ്ണമായ പുണ്യം കരസ്ഥമാക്കി നാളെ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗപ്രവേശം നേടിയെടുക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഖൈറും ബർക്കത്തും നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാഥ. ഫാഷിസ്റ്റുകളുടെ എല്ലാവിധ കുതന്ത്രങ്ങളെയും പരാജയപ്പെടുത്തി ഞങ്ങളെയും കുടുംബത്തെയും രാജ്യത്തെയും രാജ്യക്കാരെയും അവരുടെ കുതന്ത്രങ്ങളിൽ നിന്ന്, അവരുടെ ഷർറിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണമേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم أجرنا من النار
اللهم أجرنا من النار اللهم أجرنا من النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم